ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ എന്താ അറിയോ, ഇന്ന് കുറച്ച് വലിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ വോട്ടാണല്ലോ. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെയാണ് എനിക്ക് വോട്ടുള്ളത്. അപ്പോൾ വോട്ട് ചെയ്യാൻ എനിക്ക് പന്തലൂർക്ക് പോവും വേണം. അപ്പോൾ പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ അതിനൊന്നും എണീറ്റിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ. ബസ്സിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം കരുതിയിട്ട് ഞാൻ രാത്രി തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ബാക്കി കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ അവിടുന്ന് പന്തലൂർത്ത് വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളോട് എടുക്കാണ്ടായിരുന്നു. അല്ലാത്തൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച്. കാരണം വോട്ട് ചെയ്യാനാണ് പോകുന്നത്. എപ്പോഴാണ് തിരക്ക് ഏതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ പുതപ്പ് മാത്രം മടക്കി വെക്കുകയാണ് കേട്ടോ. കുട്ടികളെ വെച്ചിട്ട് പിന്നെ ഓരോ മടക്കി വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ മടക്കി വെക്കും എന്നുള്ള രീതിയിൽ ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രഷ് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴല്ലേ ഇങ്ങോട്ട് വരുള്ളൂ, ആഴ്ചയിൽ 2 ദിവസം. അപ്പോൾ അനിയത്തി ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ കുറച്ച് ഇവിടെ നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ അൽമാറിയിൽ തന്നെ എൻ്റെ ബ്രഷ് വെക്കൽ കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ രാത്രി അനിയത്തി പാക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഓള് എനിക്ക് ബാഗൊന്നുമില്ല, ഞാൻ കവറിലാണ് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച്. അപ്പോൾ മറ്റോൾ പറഞ്ഞു എനിക്കും ബാഗൊന്നും ഇല്ല പറഞ്ഞാണ്ട് അങ്ങനെ ഓളത് പിന്നെ ഇമ്മാൻ്റെ ആട്ടോ. എനിക്കുള്ള കുറച്ച് സാധനമുള്ള ഇമ്മാൻ്റെ ബാഗിൽ തന്നെ ആക്കി വെച്ച്. പിന്നെ ഇവിടെ ഇതാക്കണം മറ്റേ അനിയത്തിൻ്റെ ഉണ്ട്. ഇത് പിന്നെ എൻ്റേതാണ്. പിന്നെ ഇവിടേക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാക്കണം ഇപ്പം ഉണ്ട്. രാവിലെ ചായ കുടിക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ ടുട്ടും ഉണ്ട് കേട്ടോ. ഓള് പിന്നെ ഓക്കപ്പം മീൻ വേണം. അപ്പോൾ ഓരോന്ന് രാവിലെ ഞങ്ങൾ ഈ വീട്ടിൽ ആരും എപ്പോൾ രാത്രി 2 മണിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിലും ഓള് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പം അതേപോലെ തന്നെ രാവിലെ നീച്ചാലും തന്നെ ഓളെങ്ങനെ വെച്ചാൽ ചോറും സാധനങ്ങളും അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. ഈ ലേസ് മീൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം. അപ്പം ഞാൻ അധികം ഇവിടുന്ന് പല്ലേക്കുക. അപ്പോൾ പല്ല് വെച്ച് വരിക പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കുളിച്ച് കാണ്ടാട്ടോ വരുന്നത്. നല്ല എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ച്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നത് വോട്ട് ബസ്സിലാണ് പോകുന്നത്. പിന്നെ വോട്ടും ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിനി ഇപ്പം ഇതാക്കണ ഞങ്ങൾ പോവൽ തുടങ്ങി കേട്ടോ. ഏകദേശം 11:30 കഴിഞ്ഞിരിക്കണ്. അനിയത്തിക്ക് ഓളടുത്ത് പ്രൂഫില്ലായിരുന്നു. അപ്പോൾ ഓനെ കൊടുന്നിട്ടൊക്കെയാണ് ഓളെ ഹസ്ബൻഡ് അവിടെ നിന്ന് കൊടുന്നിട്ടൊക്കെയാണ് പിന്നെ വോട്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും നിങ്ങളെങ്ങനെ ചുരവും മലയും കുന്നും ഒന്നും കാണിച്ചിക്കാട്ട് ബോറടിപ്പിക്കണില്ല കേട്ടോ. കുറേ കാണിച്ചതല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടെ റിസോർട്ടിലേക്ക് എത്തി. അവിടെ റിസോർട്ടിലേക്ക് എത്തിയതിൽക്ക് തന്നെ ഞങ്ങൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടമായി. അപ്പം തന്നെ കുട്ടികളിങ്ങനെ അവിടെ കുറേ കുട്ടികൾക്ക് പറ്റിയ ഗെയിമും കാര്യങ്ങളും പിന്നെ നമ്മൾ ജിമ്മിൻ്റെ കുറച്ച് ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഫസ്റ്റ് പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്ന് ഊഞ്ഞാലാടി. പിന്നെ വേറെ ഊഞ്ഞാലുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നിങ്ങനെ ആടി. കാരണം നമുക്ക് പറ്റുമല്ലോ, കുട്ടികൾക്ക് മാത്രമൊന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി. നമ്മൾ സാധാരണ ചിൽഡ്രൻസ് പാർക്കൊക്കെ അങ്ങനെയൊക്കെ പോയാൽ ഇത്ര ഏജിലേ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ അയിനൂന് ഷട്ടിൽ കളിക്കാറില്ല. ഓന് എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടാണ് തട്ടി വിട്ടി ഓൻ്റെ ഓനും തന്നെ സെറ്റ് ആവുള്ളൂ. വേറെ എല്ലാവർക്കൊന്നും അത്ര ക്ഷമല്ല. പിന്നെ എല്ലാവരും ഗ്യാങ് ആയിക്കണ്ടേനും ഉളപ്പച്ചിയും അയിനും ഷെബിയൊക്കെ ഉണ്ട്. അങ്ങനെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇതിങ്ങനെ ഞാൻ അത്യാവശ്യം വെയിറ്റ് കൂടിക്കണം. പിന്നെ കളിയാക്കി കണ്ട് അങ്ങനെ ഞങ്ങൾ സീസോ എന്നതിൻ്റെ പേര് തോന്നുന്നു കളിച്ച്. പിന്നെ ഇത് നമ്മളെ റിസോർട്ടിൻ്റെ ചെറിയൊരു വ്യൂ ആണ് കേട്ടോ. കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തുക്കുന്നു. ഞാൻ അടുത്ത വീഡിയോ ഒക്കെ അയക്കാണ്ട് റിസോർട്ടിൻ്റെ ഹോം ടൂറും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞാണ്ട് ഇതിൽ കൂടെയാണ് നമ്മളെ പൂൾ ഏരിയക്ക് പോവുക. ഇതവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് സമാധാനത്തിൽ നിൽക്കാനും ഒക്കെ കൂടെ ഇക്കാണ്ടൊരു നമ്മൾ തന്നെ റിലാക്സ് ചെയ്ത് നമുക്ക് ഫോണിന്മേൽ കളിച്ചിട്ടുള്ളവർക്ക് ഫോണിന്മേൽ കളിച്ചാൽ, കുട്ടികൾക്ക് പാർക്കുണ്ട്, പൂള് കളിക്കേണ്ടവർക്ക് പൂളിൽ കളിക്കുക അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ പോകണം. ഇതാണ് കേട്ടോ കാപ്പിക്കൊരു പൂളിക്ക് പോകണ വഴിയുള്ളതാണ്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് കാപ്പിത്തോട്ടാണ്. നമ്മുടെ തേയിലത്തോട്ടമല്ല, കാപ്പിത്തോട്ടമാണ്.
അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാനിവിടെ കാപ്പിക്കുരു പറിക്കാനായ ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേന്ന് ചേച്ചിമാർ വന്നിട്ട് കാപ്പിക്കുരു പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തേക്കണം. അതിൻ്റെയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോസ്റ്റ് ആക്കാം. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെന്നപ്പോൾക്ക് ബാക്കി എല്ലാവരും ഇപ്പിമ്മ ഇറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങി. ഓല ഏകദേശം നീരാട്ട് കഴിയാനായിക്കുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ചെല്ലേണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ അല്ലേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത്തെ വെള്ളം എന്തോ പറ്റിയില്ല, വേറെ എന്തോ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ നൈറ്റായി പൂളിൽ നിന്നൊക്കെ കയറി കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി നിന്നു. പിന്നെയും രാത്രി വൈബൊക്കെയായി. പറയാൻ പറ്റൂല. ഓലൊക്കെ പാട്ടൊക്കെ പാടി അതിൻ്റെ ഒക്കെ ഈ പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. കണ്ണീര് തോത്തി കൊടുക്കുന്നു കള്ളന് പോലീസിൽ തോറ്റതിന്. ഇതെന്താ സംഭവം അറിയോ? കള്ളനും പോലീസിനും തോറ്റ ബ്രോസ്റ്റ് വാങ്ങണം പറഞ്ഞിട്ട് നൂറിനെ കളിയാക്കി. നൂറെ തോറ്റ്. അപ്പോൾ നൂറിനെ ഞങ്ങളെല്ലാം ഓല് കളിയാക്കിയിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ ആയിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു. അവിടെ എന്തോ ഉണ്ട് പറഞ്ഞപ്പോൾ അത് അത്യാവശ്യം എല്ലാം റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഷെബി ഇപ്പി അവരെല്ലാവരും കൂടെ പുറത്ത് പോയിക്കൊണ്ട് വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഞാനെന്തോ 10 മണിക്ക് നീച്ചുള്ളൂ, ആരും വിളിച്ചൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു. പക്ഷെ ഞാൻ 6 മണിക്ക് എണീറ്റു. പിന്നെ ഞാൻ കുറച്ച് കൊമ്പ് ചുള്ളി പൊട്ടി പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാപ്പിക്കുരു ഒക്കെ പറിച്ച് ഓരോന്ന് ചോദിച്ചിട്ടോ, വീഡിയോ എടുക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഒക്കെ ചോദിച്ച് ഇനിയും ഭക്ഷണം കൂടി ഞാൻ കൂടി. പിന്നെ അതിനും അങ്ങനെയൊക്കെ വന്ന് ഇതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു 9:30 ആയപ്പോഴാണ്. അത് പൂരിയും പിന്നെ നൂലപ്പം, മുട്ടക്കറി, പിന്നെ എന്ത് ചെയ്യുന്നു ഈസ്റ്റ്, മുട്ട പീങ്ങിയത്, അങ്ങനെ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചട്നി അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ടായി. 11:30 ആയിട്ടുണ്ട് അവിടുന്ന് പോന്നപ്പോൾ. പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോവാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. പിന്നെ ഞങ്ങളങ്ങനെ പോയി എന്നൂർക്കെത്തി. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ച പണ്ടൊക്കെ ഞങ്ങൾ ആഴ്ചയിൽ വയനാട്ടിലേക്ക് പോയിരുന്നു. ആ ഒരു വയനാടും തണുപ്പൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇവിടെ സ്ഥലം അടിപൊളിയായിരുന്നു. നല്ല പഴയ വീടും പഴയ ഓരോ സംഭവങ്ങളും ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളല്ലായിരുന്നു. ഞാൻ 90 കിഡാണ്. അപ്പോൾ എൻ്റെ അമ്മാൻ്റെ വീട് പറഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ ഒരു കുറച്ച് ഉള്ള ഏരിയക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ട് എനിക്ക് നല്ല അറിയും. പിന്നെ അവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ആക്കിയിട്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഒരു സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 100 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും തന്നെ ഇത് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.